ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, വല്ലാതെ വിശന്നിരിക്കുമ്പം അപ്രതീക്ഷിതമായിട്ട് വിരുന്ന് കിട്ടിയ അനുഭവമില്ലാത്ത ആരും ഈ കൂടുതലുണ്ടാവില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത്, അത് ഞങ്ങൾ അച്ഛന്മാരൊക്കെ ജീവിതം അങ്ങനെയാണ്. പട്ടിണിക്കായിരിക്കും എല്ലായിടത്തോട്ടും കയറിച്ചില്ലെന്ന്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ കാണും. അതുപോലെ ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനയല്ലേ. ഇസ്രായേൽ മക്കളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയായിരുന്നോ? 6 ലക്ഷത്തോളം പേരാ പോകുന്നത്. ദൈവം മരുഭൂമിയിൽ മന്ന പൊഴിക്കുക, അപ്പം പൊഴിച്ചു കൊടുക്കുക. നമുക്ക് എന്തൊരു ദൈവിക പദ്ധതി എന്ന് ഓർത്ത് നോക്കിക്കേ. വിശന്ന് തളരാൻ പോകുന്നവൻ ജീവിക്കാൻ വേണ്ടി മരുഭൂമിയിൽ പെയ്യുന്ന അപ്പത്തിൻ്റെ പേര് മന്ന. മന്ന എന്ന് പറഞ്ഞാൽ ഇതെന്ത് അറിയത്തില്ല. കഴിക്കാൻ പോകുന്ന അപ്പം എന്നാന്ന് പോലും പിടിയില്ല. എന്നിട്ട് തിന്നുക, ഇഷ്ടംപോലെ വാരി വാരി കഴിക്കുക. ഇതെന്ത് ദൈവമേ നന്ദി എന്ന് പറഞ്ഞാൽ രസമുണ്ടായിരുന്നു. എങ്കിലും അപ്പത്തിൻ്റെ പേര് ദൈവമേ നന്ദി എന്നായിപ്പോയെ. ഇതിപ്പോൾ ഇതെന്തെന്നുള്ള ചോദ്യമാണ്, ഒരു പൊട്ട ചോദ്യമായിപ്പോയി. മന്ന. ദൈവങ്ങളെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതുകൂടെ പറയാതെ പോകാൻ പറ്റാതെ ഈശോ പറഞ്ഞു, മരുഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, പക്ഷേ അവർ മരിച്ചു. എന്താണെന്നറിയോ? അതെന്നാന്നറിയാതെ കഴിച്ചതുകൊണ്ട് മരിച്ചു. പുതിയ നിയമത്തിലെ ദിവ്യകാരുണ്യം, അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നറിഞ്ഞുകൊണ്ട് കഴിക്കുന്നവർ നിത്യജീവനിലേക്ക് വരിക. നോക്കിയാൽ മരുഭൂമിയിൽ അവർക്ക് വേണ്ടി മന്ന പൊഴിച്ചു. ആരും മരിക്കാൻ പാടില്ല. ഈ നോയമ്പിൻ്റെ ഒരു ധ്യാനം കൂടി ഇതാ. ഒരു ദുഷ്ടൻ മരിക്കുന്നതിനല്ല, അവൻ മാനസാന്തരപ്പെട്ട് അവൻ ജീവൻ പ്രാപിക്കുകയാണ് എൻ്റെ സന്തോഷം. അതുപോലെ മരുഭൂമിയിൽ മന്ന പൊഴിച്ച കർത്താവ് ഇന്ന് നിൻ്റെ ജീവിത മരുഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മന്ന, അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, അത് വിശുദ്ധ കുർബാനയാണ്. ദൈവ പൈതലെ, ഈ നോയമ്പ് തരുന്ന വലിയൊരു ഉറപ്പ്, നീ തളർന്നു പോവില്ലെന്ന, നീ വീണു പോവില്ലെന്ന, നീ നിത്യം ജീവിക്കുമെന്ന. ഭക്ഷണം ഉപേക്ഷിക്കുന്ന നാളിൽ ദൈവം പറയുക, നിനക്ക് വേണ്ടി ഞാൻ നിത്യതയുടെ അപ്പം, ഇതാ നിത്യതയുടെ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നുവെന്ന്. ഓ ദൈവമേ, വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിശ്വസിക്കുന്ന കർത്താവ്, വിശന്ന് ജീവിക്കാനല്ല, തളർന്നു വീഴാനല്ല, വിശക്കാത്ത തളരാത്ത ദൈവ സ്വർഗത്തിൻ്റെ അപ്പം അന്ന് അങ്ങ് ഞങ്ങൾക്ക് വിളമ്പിത്തരികയാണല്ലോ. ദൈവമേ, നിൻ്റെ പൊന്നുമക്കളോട് കരുണയാകണമേ. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരോട് കരുണ, കുഞ്ഞുമക്കളോട്, വിദ്യാർത്ഥികളോട്, പരീക്ഷകൾ എഴുതുന്ന മക്കളോട് കരുണയാകണമേ. രോഗികൾ, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മാഹാരോഗങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങൾ, ഓട്ടിസം, ഡൗൺസ്, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങൾ, ജീവിതത്തിൽ തളർന്നു പോയവർ, ജോലി നഷ്ടപ്പെട്ടവർ, വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കർത്താവെ ആകാശം തുറന്ന് അപ്പം പൊഴിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ